പ്ലസ് വണ്ണിൽ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡേറ്റ സേവ് ചെയ്യാൻ ആവശ്യമായ ഡേറ്റ ടൈപ്പുകളായ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നിവയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇത് കൂടാതെ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പായ അറേയെക്കുറിച്ചും പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിൽ പ്രതിപാദിക്കുന്നുണ്ട്. രണ്ട് ഇൻറ്റിജർ നമ്പർ സേവ് ചെയ്യാനായി ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പായ ഇൻറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് വേരിയബിൾ അതിനായി ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അതായത് രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതിൽ ഇൻറ്റ് num1, num2 എന്നിങ്ങനെ രണ്ട് വേരിയബിൾ അഥവാ ഐഡൻറ്റിഫയറുകൾ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാം. ഇതുപോലെ ഒന്നിലധികം നമ്പറുകൾ സേവ് ചെയ്യാനായി അറേ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇൻറ്റ് അറേ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എത്ര വാല്യൂസ് സേവ് ചെയ്യണമോ അതിൻ്റെ ലെങ്ത് ഡിഫൈൻ ചെയ്ത് അതിനനുസൃതമായി ആ അറേയെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇത് കൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റ പല സമയങ്ങളിലും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയി ഡേറ്റ എന്ന് പറയുമ്പോൾ എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ പേര്, എംപ്ലോയിയുടെ സാലറി, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിങ്ങനെ വെവ്വേറെ വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റ നമ്മൾക്ക് സേവ് ചെയ്യേണ്ടതായി വരാം. അപ്പോൾ എംപ്ലോയി നെയിം ആണെങ്കിൽ നിങ്ങളൊരു ക്യാരക്ടർ അറേ ഡിഫൈൻ ചെയ്യും. ഡേറ്റ് ഫോമാറ്റ് അതൊരു നമ്പറിലൂടെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരിക. അതൊരു നമ്പർ ആണ് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. എംപ്ലോയി ID അത് നമ്പർ ആവാം. അത് കൂടാതെ ക്യാരക്ടർ പ്ലസ് നമ്പർ ആവാം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ABC എന്ന സ്ഥാപനത്തിനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയി നമ്പർ 1 2 3 4 5 എന്നിങ്ങനെ ഒരു നമ്പർ ആവാം. അല്ലെങ്കിൽ ABC എന്നുള്ള കമ്പനിയുടെ പേര് സ്റ്റാർട്ടിങ്ങിൽ വന്ന് ABC 1 2 3 4 5 എന്നിങ്ങനെയുള്ള ഐഡിയും ആവാം. സ്ക്രീനിൽ കാണുന്നത് പോലെ എംപ്ലോയി നമ്പർ സേവ് ചെയ്യാനായി നമ്മൾ ഇൻറ്റ് ഉപയോഗിക്കുന്നു. എംപ്ലോയി നെയിം സേവ് ചെയ്യാനായി ക്യാരക്ടറും സാലറീസ് സേവ് ചെയ്യാനായി ഫ്ലോട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത ഡേറ്റ ടൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതെല്ലാം തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു എംപ്ലോയിയെയാണ്. അതായത് ഒരു എംപ്ലോയിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റ ടൈപ്പുകൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇതുപോലെ C++ൽ ഗ്രൂപ്പ് ചെയ്ത് ഡേറ്റകളെ സേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പിനെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. The data types defined by user to represent data of aggregate nature are generally known as user-defined data types in C++. Structure, union, class, enumeration എന്നിങ്ങനെ 4 യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് C++ൽ ഉള്ളത്. അതിൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. Structure is a user-defined data type of C++ which is used to represent a collection of logically related data items which may be of different types under a common name. അതായത് എംപ്ലോയി ഡേറ്റ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയി നെയിം, എംപ്ലോയി സാലറി, എംപ്ലോയി ID ഇവയൊക്കെ തന്നെയും ലോജിക്കലി റിലേറ്റഡ് ആണ്. അതായത് അത് ഒരു എംപ്ലോയിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റകളാണ്. അങ്ങനെ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഐറ്റംസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന അറേ എന്ന ഡേറ്റ ടൈപ്പ് വാസ് യൂസ്ഡ് ടു റെഫർ എ കളക്ഷൻ ഓഫ് ഡേറ്റ ഓഫ് ദി സെയിം ടൈപ്പ്. അതായത് ഇൻറ്റ് അറേ ഓഫ് 10 എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻറ്റിജർ വാല്യൂ മാത്രമേ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റൂ.
ഒരു എംപ്ലോയി ഡീറ്റെയിൽ സേവ് ചെയ്യാനായി ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ സ്ട്രക്ട് എംപ്ലോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പേരിനെയാണ് സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം എന്ന് പറയുന്നത്. അതിനകത്ത് വ്യത്യസ്ത ഡേറ്റ ടൈപ്പുകളായ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് എന്നിങ്ങനെ നമ്മൾ ഉപയോഗിച്ച് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, സാലറി എന്നിവ സേവ് ചെയ്യുന്നു. ഒരു സ്ട്രക്ചറിൻ്റെ മെമ്മറി സൈസ് എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സിൻ്റെ ആകെ തുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന കമ്പൈലറിൽ ഇൻറ്റിജറിന് 4 ബൈറ്റാണ് ആവശ്യം, ക്യാരക്ടറിന് 1 ബൈറ്റും ഫ്ലോട്ടിന് 4 ബൈറ്റുമാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കമ്പൈലറിൽ എംപ്ലോയി എന്ന ഈ സ്ട്രക്ചർ സേവ് ചെയ്യുന്നതിനായി ഇൻറ്റിജറിന് 4 ബൈറ്റും 1 ബൈറ്റ് വീതം 50 ക്യാരക്ടേഴ്സ്, അതായത് 50 ബൈറ്റ് പ്ലസ് ഫ്ലോട്ടിന് 4 ബൈറ്റ്, 58 ബൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്ന കമ്പൈലറിൽ ഈ ഒരു സ്ട്രക്ചർ സേവ് ചെയ്യാൻ വേണ്ട മെമ്മറി സൈസ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി GCC ആവാം, അല്ലെങ്കിൽ ടർബോ C++ കമ്പൈലർ ആവാം. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് GCC കമ്പൈലർ ഉപയോഗിക്കണം എന്നാണ്. ഈ ഒരു എംപ്ലോയി സ്ട്രക്ചർ ഡിക്ലറേഷനിൽ സ്ട്രക്ട് എന്നത് ഒരു കീവേഡാണ്. സ്ട്രക്ട് ഇസ് ദ കീവേഡ് യൂസ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ. എംപ്ലോയി എന്നുള്ളത് സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം ആണ്. നിങ്ങൾ സ്ട്രക്ചർ ഉപയോഗിച്ച് ഫർദർ കോഡിംഗ് ചെയ്യുമ്പോൾ എംപ്ലോയി എന്ന ഈ നെയിം no memory is allocated when a structure is created or declared. Memory allocation happens only when a structure variable is defined. അതായത് നേരത്തെ കണ്ട എക്സാമ്പിളിൽ നമ്മൾ ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അതിന് നമ്മൾ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തപ്പോൾ ആ എംപ്ലോയി എന്നുള്ളത് ഒരു ഡേറ്റ ടൈപ്പായി മാറിക്കഴിഞ്ഞു. ഇനി എംപ്ലോയി എന്നുള്ള ഡേറ്റ ടൈപ്പ് വെച്ച് നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ എംപ്ലോയി E1, E2 എന്നിങ്ങനെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്താൽ ആ ഒരു വേരിയബിളിൽ നമുക്ക് എംപ്ലോയി നെയിം, എംപ്ലോയി ID, എംപ്ലോയി സാലറി എന്നിങ്ങനെയുള്ള ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും. അതായത് എംപ്ലോയി എന്ന ആ ഒരു സ്ട്രക്ചറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അഥവാ എംപ്ലോയി എന്ന ആ സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് ഒരു എംപ്ലോയിയുടെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്ത എംപ്ലോയി എന്നുള്ള ആ ഒരു സ്ട്രക്ചറിൽ മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത് എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ നെയിമിന് നമ്മൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്ത് അതിലേക്ക് ഡേറ്റ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അഥവാ നമ്മൾ എംപ്ലോയി E1, E2 എന്നിങ്ങനെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോഴാണ് മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്. സ്ട്രക്ചർ വേരിയബിൾസ് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം, എങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിന്നും എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാം എന്നിങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് പഠിക്കുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. Structure is a user-defined data type of C++ to represent a collection of logically related data items which may be of different types under a common name. ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ സിമ്പിൾ ടേംസിൽ സ്ട്രക്ചർ is a collection of variables of different data types under a single name. സ്ട്രക്ചറും അരേയും തമ്മിലുള്ള വ്യത്യാസം, array is used to refer a collection of data of the same type, whereas structure is used to define or represent a collection of data of different types. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ മെമ്മറി അലൊക്കേഷൻ നടക്കുന്നില്ല. only when a structure variable is defined the memory allocation happens. ഇതോടൊപ്പം ഒരു സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ള സിൻടാക്സ് കൂടി പഠിച്ചു വെക്കുക. സ്ട്രക്ചറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് പഠിക്കാം. So let's do a program to save the employee details in a structure.
hash include IO stream, using namespace std to invoke the standard out and in functions. And then usually if it's a normal program, you begin with void main or int main, but then if you are defining a structure, the structure has to be defined before main. So let's define the employee structure. Struct, I'm giving the identifier as employee, and this is how the structure ends. Now I have to define the variables inside structure, or the data types. So since it's of employee, I'll be saving the employee number in int, so int emp number, and I'll be saving the name in character array, so character employee name and array of length 50 characters. And then for salary, I'll be using float, emp salary, and this is the starting or the beginning of structure definition. Structure definition can be called a structure declaration as well, and this is the now let's define the main function. So when you start with int main, we expect a return type, so pass return 0. So now we have to create variables for the structure employee. So the data type would be employee, that would be the name of the structure which I have given here. So the employee, and I'll be defining a variable, say emp1, employee 1, and when I define emp1, it actually refers to these three data types internally. That's int employee number, char employee name, and then float employee salary. So with this one variable, I will be able to access three different types of data for an employee. So this can be called as a structure variable, and then I should be using the cout function to display the message enter employee name, and then to accept that, I'll be using cin. Since it's a character array, cin will not work, so let's use gets, and then emp1, which is a variable, and then to hold emp name. So then I'll be looking for the employee number. So let's type the message on screen. So this will be the message, employee number, and then this will be saved in employee number. Similarly, let's take the employee salary and save it in emp1 dot emp salary.
let's take the employee number, place it before employee name. Let's see what happens if you're trying to take employee number first and then the employee name. So I just put employee number to the first position, and let's try running this program again. The employee number 123, employee number enter ചെയ്ത് ഞാൻ enter ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എംപ്ലോയി നെയിം, എംപ്ലോയി സാലറി ഈ രണ്ട് മെസ്സേജുകളും ഒരുമിച്ച് വന്നു. അതായത് എനിക്ക് എംപ്ലോയി നെയിം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് എംപ്ലോയി സാലറി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഈ ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് റീഡ് ചെയ്യുന്നു സി ഇൻ വെച്ച്. ഈ സി ഇൻ എംപ്ലോയി 1.employee EMP number എന്ന സ്റ്റേറ്റ്മെൻറ്റ് എംപ്ലോയി നമ്പർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം എംപ്ലോയി നമ്പർ എന്നുള്ള മെസ്സേജ് വന്നാൽ ഞാൻ എംപ്ലോയി നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ടാണ് അടുത്ത മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻ്റർ എന്നുള്ള കീ /n ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ അടുത്ത ഗെറ്റ്സ് ഫംഗ്ഷൻ ആ /n ഒരു ആർഗ്യുമെൻ്റായി, അതായത് അതിന് നമ്മൾ നൽകുന്ന വാല്യൂ ആയി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ EMP നമ്പർ അഥവാ എംപ്ലോയി നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ആ /n എന്നുള്ള വാല്യൂ പോകുന്നത് ഗെറ്റ്സ് ഫംഗ്ഷനിലോട്ടാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഗെറ്റ്സ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ആ /n എന്നുള്ള വാല്യൂ ആണ് ഞാൻ എംപ്ലോയി നെയിമായി പാസ് ചെയ്യുന്നത്. അത് ഓൾറെഡി അത് ആക്സെപ്റ്റ് ചെയ്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നു, അതായത് എംപ്ലോയി സാലറിയിലോട്ട് പോകുന്നു. അഥവാ എനിക്ക് എംപ്ലോയി നെയിം ടൈപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കീബോർഡ് ബഫർ ഫ്ലഷ് ചെയ്ത് കളയുക. കീബോർഡ് എഫ് ഫ്ലഷ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുപയോഗിച്ച് ബഫർ ഫ്ലഷ് ചെയ്ത് കളയുക. അതായത് ഈ സീൻ കഴിഞ്ഞ് അടുത്ത സി ഔട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എഫ് ഫ്ലഷ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. എഫ് ഫ്ലഷ് STDIN, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഒന്നുകൂടി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. എംപ്ലോയി നമ്പർ 123, employee name say ABC, then employee salary. അപ്പോൾ സ്ട്രക്ചർ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം. ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് സ്ട്രക്ട്. എംപ്ലോയി എന്നുള്ളത് സ്ട്രക്ചറിൻ്റെ പേരാണ്. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടി ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് എന്നിവ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ഒരു ഡേറ്റ ടൈപ്പായി മാറുന്നു. പിന്നീട് ആ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു EMP1. ഇനി EMP1 ഇൻറ്റേർണലി ഇതിനകത്തുള്ള ഈ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിനകത്തുള്ള എല്ലാതരം ഡേറ്റ ടൈപ്പുകളെയും ആക്സസ് ചെയ്യാൻ സജ്ജമായിരിക്കുന്നു. EMP1.EMP number, ഈ ഡോട്ട് എന്നുള്ളത് പീരിയഡ് ഓപ്പറേറ്ററാണ്. നമ്മൾ ഒരു സ്ട്രക്ചറിനകത്തുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആക്സസ് ചെയ്യാൻ ആ സ്ട്രക്ചർ നെയിം, സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് സ്ട്രക്ചറിനകത്തുള്ള ഡേറ്റ ടൈപ്പ് ഏതാണോ അതിന് എന്ത് വേരിയബിൾ നെയിമാണോ നമ്മൾ കൊടുത്തത് അതുകൂടെ ഇവിടെ ഡിഫൈൻ ചെയ്യാം. സോ ഇത് സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. ഡോട്ട് അതിനകത്തുള്ള ഡേറ്റ, അതായത് ഈ സ്ട്രക്ചർ എംപ്ലോയിക്കകത്തുള്ള ഡേറ്റ ടൈപ്പിൻ്റെ വേരിയബിൾ നെയിമാണ് EMP നമ്പർ. ഇത് കീബോർഡ് ബഫർ ക്ലിയർ ചെയ്യാനായാണ് നമ്മൾ എഫ് ഫ്ലഷ് ഉപയോഗിച്ചത്. പിന്നെ ക്യാരക്ടർ അറേ ആയ കാരണം സീനും ഉപയോഗിക്കാതെ നമ്മൾ ഗെറ്റ്സ് ഉപയോഗിച്ചു. ബാക്കി നമ്പേഴ്സിനൊക്കെ സീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്.